ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻസ്പയർ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ് ബാബു കുറച്ച് ലെസൺസ് പഠിച്ച ഒരാളുണ്ടാവില്ലേ, അങ്ങനെ ഒരാളാരാണ്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനിക്ക് സ്പെഷ്യലായിട്ട് ഉള്ള ഒന്ന് ഒബ്വിയസ്ലി ലാൽജു സർ. പുള്ളി എനിക്ക് ഒരുപാട് ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു ക്യാമറയിൽ നോക്കി അഭിനയിച്ച് ശീലമുണ്ടായിരുന്ന ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വിരലുകൾ വരെ അഭിനയിക്കും, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അങ്ങനെ ആസ് എൻ ആക്ടർ എന്നെ ഒരുപാട് ഐ മീൻ ദ റീസൺ വൈ ആം ഇൻ ഫിലിംസ് ടുഡേ ഇസ് ബിക്കോസ് ഓഫ് ഹിം. ആ പുള്ളിയുടെ ഒരു ചോദ്യം, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ഞാനൊരു കോർപ്പറേറ്റിൽ അല്ലെങ്കിൽ സൂര്യ ടി വിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോഴാണ് പുള്ളി അത് ചോദിക്കുന്നത്. അപ്പം ഞാനത് ഭയങ്കര ഒരു പുള്ളി തമാശ പറഞ്ഞാണോ അത്ഭുതമായിട്ടൊക്കെ തോന്നി. ബിക്കോസ് ഞാനിങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെടുത്ത് ഇങ്ങനെ റിസൈൻ ചെയ്ത് എനിക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വർഷം എടുത്തു അവിടുന്ന് സിനിമയിലേക്ക്. അപ്പം ആക്ടിങ് മാത്രമായിട്ട് വരരുത്, കാരണം ഞാൻ ഇച്ചിരി പ്ലാനിങ് ചെയ്യുന്ന ആളാണ്. അപ്പം അഥവാ ഞാൻ അതിലൊരു പക്ക ഫെയിലിയർ ആണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ അരി വാങ്ങിക്കും. അപ്പം നമ്മൾക്ക് അറിയാവുന്ന പണി പ്രൊഡക്ഷനാണ്. ബിക്കോസ് അവിടെയും ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷനാണ്. അപ്പോൾ അതും കൂടെ പാരലലി ചെയ്യാം. അപ്പം ലൈക്ക് പ്ലാൻ ബി, പ്ലാൻ എ, പ്ലാൻ ബി, അങ്ങനത്തെ പരിപാടിയിലാണ്. പ്രൊഡക്ഷൻ ഒരു പ്രൈമറി ഇതാക്കിയും ആക്ടിങ് എൻ്റെ പാഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം പിന്നെ ലാലേട്ടൻ, അതിനുശേഷം കുറേ ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി ഒരു ഭാഗ്യമുണ്ടായി. അതായത് മിസ്റ്റർ ഫ്രോഡ് എന്ന് പറയുന്ന സിനിമ ഞാൻ ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് പെട്ടെന്ന്, അപ്പോൾ അദ്ദേഹമുള്ള സീനിലെല്ലാം ഞാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെരിച്ചാഴിയിൽ അടുത്തൊരു 50 ദിവസം, അപ്പോൾ ഏകദേശം 50-100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഈ കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ്. അതെൻ്റെ പ്രൊഡക്ഷനും കൂടെയാണ്. അപ്പോൾ അതൊരു ഫണ്ണും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു ഇത് പുള്ളി ചിലപ്പം നമ്മൾ ഡബിൾ ക്യാമൊക്കെ ഉള്ളപ്പം ഇതൊന്നും നമ്മൾ നോക്കണം, നമ്മളങ്ങ് നാച്ചുറലി പറഞ്ഞു പോവല്ലേ. പുള്ളി ഇങ്ങനെ ഇങ്ങനെ തിരിച്ചൊക്കെ നമ്മളെ വെച്ച് തരും അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ടിങ്ങനെ അതായത് ക്യാമറ പിന്നെയാണ് നമ്മൾ ക്യാമറ നോക്കി പെർഫോം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലാണ്. അപ്പോൾ നീന കഴിഞ്ഞ് നേരെ അതിലേക്ക് പോയപ്പോൾ ഈ 2 സ്കൂളാണ് ആക്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ ബാലപാഠങ്ങൾ എന്ന് വെച്ചിട്ട് വലിയ ആക്ടറായെന്നല്ല ഞാൻ പറയണത്, ചെറിയ കറക്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നത്. ആ കറക്ഷൻസ് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് കോൺഫിഡൻസ് വന്നു. പിന്നെ ഇത് നമുക്ക് അറിയാം, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ശരി. പിന്നെ ലാൽജു സാറിന്റെ ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഒരു ആണ് വി കെ പ്രകാശാണ് ആദ്യം 3 കിങ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഭയങ്കര കോമഡി റോളായിരുന്നു. അതായത് ഒറ്റ സീനുള്ളൂ. അത് സൂര്യ ടി വിയുടെ ഹെഡായിട്ട് തന്നെയാണ്. അപ്പോൾ എന്നെ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ഷോട്ട് ജഗതി ചേട്ടനുമായിട്ടാണ്. അപ്പം ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആക്ടറാണ്. ബിക്കോസ് അപ്പോൾ എനിക്ക് കൈകാലമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ എളുപ്പമാണെന്ന് വിചാരിച്ചിരുന്ന അവിടെ ജഗതി ചേട്ടൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അതാണ് സിനിമയ്ക്ക്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഷോട്ടെങ്കിലും പിന്നെ എനിക്ക് വീക്കെൻഡിൽ പോയിട്ട് അഭിനയിക്കാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ പോയി അഭിനയിക്കും. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റിൽ നിന്ന് പെർമിഷൻ എടുത്തു, ചുമ്മാ ഒരു സമയം. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് 22 ഫീമെയിൽ കോട്ടയത്തിൽ ഒരു സീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു SP ആയിട്ട്, അന്ന് ഞാൻ ക്ലീൻ ഷേവാണ്. അപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആരും അറിഞ്ഞുകൂടാത്ത, അപ്പം അങ്ങനെ അയാളും ഞാനും തമ്മിൽ ഒരു SP ആയിട്ട് അഭിനയിക്കുമ്പോഴാണ് ജോമോൻ ടി ജോണാണെന്ന് ക്യാമറ. അപ്പോൾ ജോമോനും ലാൽജോ സാറും കൂടെ അന്ന് നീനയുടെ സ്ക്രിപ്റ്റ് അതിൻ്റെ തലേ ദിവസം വായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ തീരുമാനിക്കും. അതിന് ഇതേപോലെ ബോംബെയിൽ നിന്ന് വരുന്ന ഒരാൾ അതിൽ ലീഡ് ചെയ്യണം, അത് ഫ്രഷറായാലും മതി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ജോമോൻ ക്യാമറയിലൂടെ പറഞ്ഞു, ഇതുപോലൊരു ആക്ടർ, ഇതുപോലൊരാളല്ലേ എന്ന്, ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അയാളും ഞാനും തമ്മിലിൻ്റെ ഷൂട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിട്ട്, ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ ചോദിച്ചത് ഇങ്ങനെ, ഞാനൊരു സിനിമയെ ഉദ്ദേശിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനാവാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഇത്. പക്ഷെ നീനയിലെ ആ ഒരു ക്യാരക്ടർ എൻ്റെ ഫോണിലെ ഇൻസ്റ്റാ റീൽസിൽ ഇപ്പോഴും ആ സോങ് ഉണ്ട്. അത് ഭയങ്കര
ഒരു song. ഈ എനിക്ക് രാവിലെ ഗിറ്റാർ വായിക്കാൻ കൂട്ടായി, ഞാനില്ലയോ. ഈവൻ എനിക്കാണെങ്കിൽ ഇതൊക്കെ ക്ഷമയുടെ ചെറുപ്പമാണെങ്കിൽ പച്ചത്ര വിളിക്കും. അതായത് ഇവൻ്റെ ഗിറ്റാർ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ള ഗിറ്റാർ ഇതൊക്കെ ഇപ്പം ശീലമായി. അന്ന് ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജോലി. നമ്മൾ 10-15 വർഷം ഒരു AC ക്യാബിനിൽ ഇങ്ങനെ കോപ്പറേറ്റ് ജീവിതമല്ലേ. ഇതൊക്കെ വെയിൽ കൊണ്ടിട്ടില്ലല്ലോ. പിന്നെ വെയിൽ കൊള്ളൽ അതൊക്കെ ആയി. പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ക്രിട്ടിക്കലി അക്ലെയിം ചെയ്ത ഒരു ക്യാരക്ടറാണത് നീനയിലെ ക്യാരക്ടർ. ഫസ്റ്റ് കമ്മിറ്റ് ചെയ്ത ഫിലിം അതാണെങ്കിൽ അത് കുറച്ച് ഡിലേ ആയപ്പോഴാണ് ഹണീബിയിൽ അഭിനയിച്ചത്, മങ്കി പെനിൽ അഭിനയിച്ചു. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് പിന്നെ നീനയിലേക്ക് പോകുന്നത്. എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിലും അങ്ങനെ 3 സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ നീനയിലേക്ക്. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണല്ലോ. പല ഇമോഷൻസ് ഉണ്ട്. അത് ഒരുപാട് ലെയേഴ്സുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അത് ഭയങ്കര എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഒന്നാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു ക്യാരക്ടറാണത്. അത് എന്ന് വെച്ചാൽ ഫിലിം തരുന്നൊരു മെസ്സേജ് ഉണ്ട്, വിനി എവിടെയൊക്കെ പോയാലും അവസാനം വൈഫിൽ തന്നെ തിരിച്ചെത്തും. ആ സമയത്ത് ആനഗസ്റ്റിൻ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ വെക്കുന്നൊക്കെ ഒരു സീനുണ്ട്. ഭയങ്കര ഞാനാണെങ്കിൽ ഏറ്റൂല. പക്ഷെ അത് ഇമോഷണലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ക്രിപ്റ്റ് ലൈക്ക് ആസ് എൻ ആക്ടർ നമ്മുടെ ഫസ്റ്റ് മേജർ ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രമല്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുപോലെയാണോ? അത്രയും സ്ട്രോങ് ആണോ? കൂടെ നിൽക്കുന്ന ഒരാളാണോ വൈഫ്? നമ്മളെല്ലാം ഫാമിലി എപ്പോഴും ഐ ഹാവ് എ വെരി ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ദറ്റ് ഐ ഹാവ് എ വെരി സപ്പോർട്ടീവ് ഫാമിലി. നമ്മളെ ലൈഫ് ഒരുപാട് കണ്ടിട്ടുള്ള ആണ്. പിന്നെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ആയാലും ബ്രദർ ആണെങ്കിലും മദർ ആണെങ്കിലും വൈഫാണെങ്കിലും മോനാണെങ്കിലും ബീൻ വിത്ത് മീ ത്രൂ ഔട്ട്. ഐ മീൻ ലൈക്ക് സ്ട്രോങ് പില്ലേഴ്സ്. ഇപ്പോൾ വിജയ് ബാബു എന്നൊരു വ്യക്തി ഈ ഫിലിമിലെ ഒരു ലൈം ലൈറ്റ് അല്ലാണ്ട് കുറച്ച് കോൺട്രവേഴ്സീസിൽ കൂടെ ലൈം ലൈറ്റിൽ പെട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ കോൺട്രവേഴ്സി. പോയി. പക്ഷേങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്ത്, അതായത് ഈ പേഴ്സണലി ആയാലും? ഞാനതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിൽ ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. പക്ഷെ നമ്മളെ അറിയുന്നവർക്കറിയാം അത് എന്താണെന്നുള്ളത്. അപ്പം കൂടെ നിന്നവരാണ് കൂടുതലും. പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ ആ പബ്ലിക് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മളത് ഫേസ് ചെയ്യണം. കാരണം ദ പ്രോബ്ലം ഇസ്, അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള അനുവാദമില്ല, നമുക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഇതിലാണ് നിർത്തിയത്. അപ്പം നമ്മൾ സംസാരിച്ചാൽ നമുക്ക് പറയാം. നമുക്ക് സംസാരിക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മൾക്ക് അത് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദാറ്റ് ഇസ് വെൻ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കം ഓൺ ബോർഡ് ആൻഡ് സ്റ്റേ സ്ട്രോങ്, പീപ്പിൾ ഹു നോ ദ റിയാലിറ്റി. അപ്പം അങ്ങനെ നമ്മൾ അതിലൂടെ പോകുന്നു. പക്ഷേ അറ്റ് ടൈംസ് വി ക്യാൻ, ദർ ആർ ചാൻസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ അല്ലേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഫാമിലി, ഫ്രണ്ട്സ്, ഇൻഡസ്ട്രി, ഐ മീൻ ഓഫീസ്. അപ്പം നമ്മൾ ബ്രേക്ക് ഡൗൺ ആയാൽ അവിടെ അവർ മൊത്തം തകരും. അവിടെ